രാഷ്ട്രപതി ഒപ്പിട്ടതോടെ വഖഫ് ഭേദഗതി ബില്ല് നിയമമായിരിക്കുകയാണ്. മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ നിയമത്തിനെതിരെ സുപ്രീം കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നു. കൂടുതൽ വിവരങ്ങളുമായി വിനിത വിജയാണ് ചേർന്നത്. വിനിത, ഗുഡ് മോർണിംഗ്. തേക്കിൻകാട്ടിലേക്ക്, തൃശൂർ തേക്കിൻകാട് മൈതാനിയിൽ നൂറുകണക്കിന് ആൾക്കാരിടയിലാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മുടെ ലഹരി വിരുദ്ധ പരിപാടികൾക്കൊക്കെ അവർ പിൻബലം പ്രഖ്യാപിക്കാൻ തൃശൂർ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ ആൾക്കാരാണ്. തൃശൂർ ജില്ലയ്ക്ക് അപ്പുറമുണ്ട്. ഓക്കെ, താങ്ക് യു വിനിത വിജി. പറഞ്ഞോളൂ. ഗുഡ് മോർണിംഗ്. താങ്ക് യു എസ്കേൻ ആൻഡ് വെരി ഗുഡ് മോർണിംഗ്. എസ്കേൻ സൂചിപ്പിച്ചതുപോലെ തന്നെ വഖഫ് അത് നിയമ ഭേദഗതി ബില്ല് നിയമമായിരിക്കുന്നു. രാഷ്ട്രപതി ഒപ്പുവെച്ചതോടുകൂടിയാണത് നിയമമാവുന്നത്. എന്ന് മുതൽ ഈ നിയമം പ്രാബല്യത്തിൽ വരുമെന്നുള്ള കാര്യം പിന്നീട് വിജ്ഞാപനത്തിലൂടെ അറിയിക്കുകയായിരിക്കും. ലോക്സഭയിലും പിന്നാലെ രാജ്യസഭയിലുമൊക്കെ വലിയ പ്രതിഷേധവും വലിയ വിവാദങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു ഈ ബില്ല് സംബന്ധിച്ച. ഇപ്പോൾ ഈ ബില്ല് നിയമമായതോടെ സുപ്രീം കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് ഇന്ത്യ സഖ്യത്തിലെ അടക്കം രാഷ്ട്രീയ പാർട്ടികൾ. ഇതിനോടകം തന്നെ കോൺഗ്രസ് സുപ്രീം കോടതിയിൽ ഹർജി നൽകിയിട്ടുണ്ട്. ഇത് ബില്ല് പിന്നീട് നിയമമായതിനു ശേഷം കോടതിയെ സമീപിക്കാൻ എന്ന് കരുതിയിരിക്കുകയായിരുന്നു മുസ്ലിം ലീഗും അധികം വൈകാതെ തന്നെ കോടതിയെ സമീപിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ബോർഡിൽ അമുസ്ലിങ്ങളെ ഉൾപ്പെടുത്തുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരിക്കും മുസ്ലിം ലീഗും കോടതിയെ സമീപിക്കുക. വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു. ഈ പ്രതിഷേധങ്ങൾ ഇനി ഈ സഭയ്ക്ക് പുറത്തുകൂടി കൊണ്ടുവരാൻ ഒരുങ്ങുകയാണ്. ശക്തമായിട്ടുള്ള പ്രതിഷേധം അത് ഇന്ത്യ മുന്നണിയുടെ തന്നെ നേതൃത്വത്തിൽ ഇതിനെതിരെ പ്രതിഷേധം ശക്തമാക്കുമെന്നും അവർ അറിയിച്ചിട്ടുണ്ട്. അതേസമയം ബില്ല് ഈ വഖഫ് ഭൂമികൾ കൈകാര്യം ചെയ്യുന്നതിൽ അത് സുതാര്യത കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് ഇത്തരമൊരു നിയമം എന്നുള്ളത് തന്നെയാണ് ഭരണപക്ഷം പറയുന്നത്. അതിൽ കൃത്യത വേണം. ഈ മറ്റ് സർക്കാരിന്റെ അടക്കമുള്ള ഭൂമികൾ ഇപ്പോൾ വഖഫ് ബോർഡിന്റെ പക്കലുണ്ട്. ഇതൊരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ള വാദം തന്നെയാണ് ഭരണപക്ഷം ഉന്നയിക്കുന്നത്. ഇതിപ്പോൾ നിയമമായിരിക്കുന്നു. ഈ നിയമത്തിനെതിരെ ഇനി കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് ഇന്ത്യ മുന്നണിയിലെ രാഷ്ട്രീയ പാർട്ടികൾ. എസ് കെ. താങ്ക് യു വിനീത.